അവൻ വിശ്വസിച്ചു കാണും. പണ്ട് തൊട്ടേ ഈ പെങ്ങള് പറയുന്നത് വിശ്വസിച്ച അവന് ശീലം. പക്ഷെ എന്റെ പൊന്നു മോനെ, ഈ അമ്മ വിശ്വസിച്ചു എന്ന് നീ കരുതണ്ട. നിന്റെ എല്ലാ കന്നന്തിരിവുകളും മനസ്സിലാക്കിയിട്ട് തന്നെയാ അമ്മ നിന്നെ വിശുദ്ധനായി അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ കുട്ടിക്കളികളും ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിലേ ഈ അമ്മ പോലും നിന്റെ കൂടെ കാണില്ല. ഇപ്പൊ പ്രതാപൻ എല്ലാം വിശ്വസിച്ചു. ആ വിശ്വാസം എപ്പ വേണമെങ്കിലും മാറി മറിയാം. അങ്ങനെ മാറ്റിമറിക്കാൻ ആ രാജു കഴിയുന്നത്ര ശ്രമിക്കും. അതിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കണം. അതുകൊണ്ട് എന്തു പറഞ്ഞിട്ടായാലും ആ ദിവ്യ ഇവിടുന്ന് ഇറക്കി വിടണം. ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ പറഞ്ഞു വിട്ടാ അവളെല്ലാം വിളിച്ചു പറയും. അതുകൊണ്ട് തന്ത്രത്തിൽ സൂത്രത്തിൽ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അതിനുള്ള മിടുക്കെങ്കിലും കാണിക്കും. കല്യാണത്തിന് വലിയ ആർഭാടമൊന്നും വേണ്ട. ആർഭാടമൊന്നും വേണ്ട. പക്ഷേ ആൾക്കാർ വരും. വരുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കണം. ഹലോ, ഇത് പത്മാവതിയാ. എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ എന്റെ മകളുടെ കാര്യം പറയാനാ വിളിച്ചത്. മോളുടെ വിവാഹമാണെന്ന് പത്രത്തിലെ വാർത്ത കണ്ടു. ആ വിവാഹം നടന്നുകൂടാ. അത് നടത്തരുതെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. അത് പറയാൻ നിനക്ക് അവകാശമുണ്ടോ? അർഹതയുണ്ടോ? വെറും കൈക്കുഞ്ഞായിരുന്നപ്പോ അവളെ ഉപേക്ഷിച്ച് പോയതല്ലേ നീ? മക്കളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു അമ്മ ചെയ്യുന്ന കാര്യമാണോ അത്? തന്നിഷ്ടപ്രകാരം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് പോയ നിനക്ക് അവരുടെ ഒരു കാര്യത്തിലും ഇടപെടാനുള്ള അവകാശമില്ല. ഇത്രയും കാലം അവളെ വളർത്തിയ എനിക്ക് അവളെ വിവാഹം കഴിച്ച് കൊടുക്കാനും അറിയാം. ആർക്ക് എപ്പോ അവളെ വിവാഹം കഴിച്ച് കൊടുക്കണമെന്നുള്ളത് അത് എന്റെ തീരുമാനമാണ്. ഞാനത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടത്തിയിരിക്കും. ഇല്ല, അത് നടക്കില്ല. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാനത് മുടക്കും. ദീപക് എന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടില്ല. ഞാനത് അനുവദിക്കില്ല. അപ്പോ അന്ന് അവള് ചത്തില്ലേ? പ്രതാപ, ചേച്ചി അവളുടെ ഭീഷണിയൊന്നും കേട്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. അവൾക്ക് എന്നെ പോലെ ഒരാളെ എന്ത് ചെയ്യാൻ കഴിയും? ആ ആക്സിഡന്റ് കേസിന്റെ ഒപ്പം വന്ന ആളല്ലേ? അതെ. ആളിന്റെ പേരൊന്ന് പറയോ? പേര് അറിയില്ല സിസ്റ്റർ. ഓ, ഏതോ ഒരു കാറ് ഇടിച്ചിട്ട് നിർത്താതെ പോയിന്നാ അറിയാൻ കഴിഞ്ഞത്. വീണ് കിടന്നത് കണ്ടിട്ട് ഞാൻ കൊണ്ടുവന്നതാ. അപ്പൊ പോലീസിനെ അറിയിക്കാം. പിന്നെ കുറച്ച് സീരിയസ് ആണ്. കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്. ബ്ലഡ് വേണ്ടി വരും. ബ്ലഡ് ഗ്രൂപ്പ് ഏതാ സിസ്റ്റർ? AB നെഗറ്റീവാ. ഞാനും AB നെഗറ്റീവാണ് സിസ്റ്റർ. ബ്ലഡ് ഞാൻ തരാം. എന്നാ വെയിറ്റ് ചെയ്യൂ, ഫോർമാലിറ്റീസ് ചെയ്യാം. സിസ്റ്റർ, ഇവരെ ബ്ലഡ് ബാങ്കിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഡീറ്റെയിൽസ് ഞാൻ വിളിച്ചറിയിക്കാം. ശരി ശരി, വരും.
ആക്സിഡന്റ് കേസ്? പേടിക്കാനൊന്നുമില്ല. ആളിപ്പോ സേഫ് സോണിലാണ്. തെറിച്ചു വീണപ്പോ തല എവിടെയോ ശക്തമായി ഇടിച്ചിട്ടുണ്ട്. അതിന്റെ ഇഞ്ചുറിയാണ് മെയിൻ ആയിട്ടുള്ളത്. കോൺഷ്യസ് അല്ല. ബോധം വരാൻ കുറച്ച് സമയം കൂടി എടുക്കും. പേഷ്യന്റ് കുട്ടിയുടെ ആരെന്നാ പറഞ്ഞത്? ഇല്ല ഡോക്ടർ, ആരുമല്ല. ആക്സിഡന്റ് പറ്റി വീണപ്പോ കണ്ടതാ. ആ, പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് കൊണ്ടുപോന്നു. നന്നായി. ചോര വാർന്നു പോകാതെ ഉടനെ തന്നെ എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റി. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ഡോക്ടർ. ആളെ തിരിച്ചറിയാത്തത് കൊണ്ട് അതിന് വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പോലീസ് വരും. അവരാളെ തിരിച്ചറിഞ്ഞ് ബന്ധുക്കളെ വിവരം അറിയിച്ചോളൂ. അപ്പോ ഞാനിനി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, കുട്ടിക്ക് പോവാം. ആക്സിഡന്റ് നടന്ന സമയവും സ്ഥലവും അതൊന്ന് കുറിച്ചു കൊടുത്തേക്ക്. CCTV ഫുട്ടേജസ് പോലീസ് ട്രേസ് ചെയ്തോളൂ.